ഇന്ന് ജൂൺ 18. എനിക്കിന്ന് 51 വയസ്സായി. ശരിക്കും പറഞ്ഞാൽ 51 വയസ്സും 500 വർഷത്തെ ജീവിതാനുഭവവും എന്ന് ചിലപ്പം തോന്നും. കാരണം ഒരു മിഡിൽ ഏജ് തൊട്ട് എൻ്റെ ലൈഫ് പോയൊരു പോക്കും, ഒരു 40 വയസ്സിന് ശേഷം എൻ്റെ ലൈഫ് പോയൊരു പോക്കും അതിന് മുമ്പത്തെയും തമ്മിലൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഒരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ, വളരെയധികം സമാധാനമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അതെൻ്റെ ജീവിതത്തിൽ നിന്ന് കുറേ ആളുകൾ പോയി, കുറേ ആളുകൾ വന്നു, ഇതൊന്നും കൊണ്ടല്ല, മറ്റാരെയും ചുറ്റിപ്പറ്റിയല്ല. എൻ്റേതായ ഒരിടത്ത് ഞാൻ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ ഉള്ളൊരു പ്രാപ്തി നേടിയെന്ന് എനിക്ക് തോന്നുന്നു. 100% അല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന് കടപ്പാടുള്ളത് എൻ്റെ കർമ്മരംഗത്തോടാണ്, ജോലിയോട്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളോടാണ്. ഞാനൊരു തുറന്ന പുസ്തകമൊന്നുമല്ല, ഞാനങ്ങനെ എല്ലാം എഴുതാറില്ല, പറയാറില്ല. പക്ഷേ ഞാൻ പറയുന്നതും എഴുതുന്നതുമായ കുറച്ച് കാര്യങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു പ്രേരണ, മുന്നോട്ട് നീങ്ങാനുള്ളൊരു പ്രേരണ ആകണേ എന്നൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ട്. ഒരു 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 കഥ, അല്ലെങ്കിൽ വേണ്ട, ഒരു സംഭവം നടന്നൊരു സംഭവം ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു ലേഡി, അവരുടെ ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ കാമുകനെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അയാളുടെ ഭാര്യയും കുട്ടികളൊന്നും അറിയാതെ മറ്റൊരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവരും അവരുടെ മക്കളെയും ഒക്കെ വിട്ട് ഈ ഫ്ലാറ്റിൽ അദ്ദേഹം എടുത്തു കൊടുത്ത് ലക്ഷറിയസ് ഫ്ലാറ്റിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ജോലിയൊന്നുമില്ല. അവരുടെ ഒരു നല്ല കാലം മുഴുവൻ ഇദ്ദേഹം അങ്ങനെ വന്നും പോയിരുന്നു. ഇവർ മക്കളുമായിട്ട് പോലും അവർക്കൊരു ബന്ധമൊന്നുമില്ലായിരുന്നു. ഒരു സമയം എത്തിയപ്പോൾ ഇദ്ദേഹം റെൻ്റ് അടയ്ക്കാണ്ടായി. അപ്പോൾ ഇവർ തമ്മിൽ ഏതാണ്ടൊരു അച്ഛൻ മകൾ പ്രായ വ്യത്യാസമുണ്ട്. റെൻ്റ് അടയ്ക്കാതായി. അങ്ങനെ 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സ്വാഭാവികമായിട്ടും ഓണർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു നല്ല പ്രായം മുഴുവൻ, അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ എന്താണ് അതിനൊരു പേര്, നമ്മുടെ സമൂഹം കൽപ്പിക്കുന്ന പേര്, അങ്ങനെ നിന്നിട്ട് ആ ഒരു പേര് നേടി എല്ലാവരുടെയും മുന്നിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു അവൾ. പക്ഷെ ഇപ്പോൾ ആകെ തകർന്ന് തരിപ്പണമായി. നമുക്കിവിടെ ആരെയാണ് ശരിക്കും കുറ്റം പറയാൻ പറ്റുന്നത്? സ്ത്രീകൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓരോ സ്ത്രീയും ശക്തയാണ്, പുരുഷന്മാരെക്കാളും മനോവീര്യമുള്ളവർ തന്നെയാണ് സ്ത്രീകൾ. അതൊരു പുരുഷൻ വേണം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ എന്നുള്ളൊരു കീഴ്വഴക്കം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഒരു 40s കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടെന്നറിയാത്തൊരു രീതിയിലോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ മകളുമായി പുതിയൊരു നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ അവൾക്ക് 14 വയസ്സ് കഴിഞ്ഞു, 15ാമത്തെ വയസ്സ്. ഞാനും അന്ന് ചെറുപ്പമാണ്, ഇതിലും ചെറുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും എനിക്ക് ലോകം എന്താണെന്നറിയാം. ഞാനൊരു 50കാരിയായി. എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, ചതികളും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അവെയറാണ്. നമ്മളൊരു മാലാഖയായതുകൊണ്ടൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ അബദ്ധം പറ്റുന്ന ഒരു മാലാഖയായതുകൊണ്ടല്ല, നമുക്ക് തിരിച്ചറിവുകളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നത്. അപ്പോൾ ഒരു ചതി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി പ്രണയവും ലൈംഗികതയും ഒന്നും മാത്രമല്ല. ഇപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഒരു 2ാം വിവാഹമായിക്കൂടെ,
എന്നൊക്കെ ഒറ്റപ്പെടില്ലേ, മകൾ പറന്നു പോയില്ലേ, ഇതൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് സമൂഹം എപ്പോഴും നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ലേ ചോദിക്കും. കഴിച്ചു കഴിയുമ്പോൾ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുകയാണോ എന്ന് ചോദിക്കും. അത് കഴിയുമ്പോൾ ഇങ്ങനെ നിരന്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ, അല്ലേ? അപ്പം ഞങ്ങളെപ്പോലുള്ള ഒറ്റപ്പെട്ട സ്ത്രീകളോട് ചോദിക്കുന്നത് മക്കൾ പറന്നു പോകില്ലേ, അപ്പോഴൊറ്റയ്ക്കാവില്ലേ, ഈ ഒരു ഇതാണ്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പ്രണയവും അല്ലെങ്കിൽ ബലിഷ്ഠമായ നെഞ്ചത്ത് തളർന്നു കിടന്ന് കരയാനുള്ള ഒരു ത്വരയും ഒക്കെ വരണമെങ്കിൽ നമ്മൾ സേഫ് സോണിൽ നിൽക്കുമ്പോഴായിരിക്കണം. നാളെ നമ്മളുടെ മുന്നിൽ ജീവിതമാണ് പ്രശ്നം, നമ്മളുടെ അന്നമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പ്രണയവും സെക്സും ഒക്കെ തന്നെയാണ്. കാരണം വിശപ്പിന് മുന്നിൽ മറ്റേതൊക്കെ സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ എൻ്റെ മകൾ അല്ലെങ്കിൽ ഞാനും എല്ലാവിധ ലക്ഷറിയിലും ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ വഴി മാറി ഞങ്ങൾ ഒറ്റപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തെന്ന് ഞാൻ കരുതിയ ഒരു വ്യക്തിയോട് എൻ്റെ ഒരു ആശങ്കകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. കാരണം അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നെങ്കിൽ പോലും അവൾക്കറിയില്ല എന്തൊക്കെ കാര്യങ്ങൾ അവൾ ലക്ഷറീസിലുമൊക്കെ കട്ട് ചെയ്യേണ്ടി വരും എന്നവൾക്കറിയില്ല. അവളൊരു കൊച്ചുകുട്ടിയാണ്. അപ്പം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ആശങ്കപ്പെടുമ്പോൾ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി, എൻ്റെ പാസ്റ്റിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ മകൾ അനുഭവിച്ച ലക്ഷറി പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം എനിക്കതൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു വ്യക്തിയിൽ നിന്നും. അങ്ങനെയുമൊക്കെ വികാരങ്ങളുണ്ട്. കാരണം പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച ലക്ഷറിയെ പോലും മനുഷ്യർക്ക് അസഹ്യത ഉണ്ടാക്കിയോ എന്നുള്ളൊരിത് എല്ലാം പുതിയ. അപ്പം കംപ്ലീറ്റ് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെ ഞാൻ അഴിച്ചു പണിയാൻ തുടങ്ങി. ഒറ്റപ്പെട്ടപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ മുഴുവൻ അഴിച്ചു പണിയാൻ തുടങ്ങി. എല്ലാ പുരുഷന്മാരും വേട്ടക്കാരല്ല, എല്ലാ സ്ത്രീകളും ഇരകളുമല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല പുരുഷ സൗഹൃദങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ പേരെടുത്ത് പറയില്ല, കാരണം നല്ലതൊക്കെ പ്രപഞ്ചം കണ്ണുവയ്ക്കുമെന്ന് പറയും. മച്ചോ നീ എവിടെ ഉണ്ട്, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ഒരാൾ, അല്ലെങ്കിൽ എടോ മനുഷ്യ താൻ എവിടെയാ എന്ന് ചോദിക്കാൻ ഒരാൾ, ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കാൻ. ഇങ്ങനെയൊക്കെ അങ്ങുമായിട്ട് എനിക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടിത്തുടങ്ങിയത്, സൗഹൃദത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കിട്ടിത്തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടപ്പോഴാണ്. അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എല്ലാ പുരുഷന്മാരും വേട്ടക്കാരല്ല. അതിനു മുമ്പ് ഞാൻ കരുതിയിരുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉണ്ടാവുന്നതിൽ കൂടുതലും ലസ്റ്റാണ്. അത് അങ്ങനെയൊക്കെ ഉള്ള കുറേ തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം മാറി മറിഞ്ഞു ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടി. സ്ത്രീകളും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്ത് ബന്ധങ്ങൾ അഴിച്ചു പണിഞ്ഞെങ്കിലും അതിനുശേഷം എനിക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടി. ആ അഴിച്ചു പണിഞ്ഞതിൽ കളഞ്ഞു, പുതിയത് മാത്രം ഇന്നും നിലനിൽക്കുന്ന, ഇന്നും എടിചക്കി നിൻ്റെ ബർത്ത്ഡേ ഇന്നല്ലേ അന്ന് ചോദിക്കുന്ന ഒരാൾ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ എൻ്റെ ചുറ്റുമുള്ളതൊക്കെ വട്ടത്തിൽ കുറഞ്ഞു, ആ സംഖ്യയിൽ കുറഞ്ഞു. കാരണം എനിക്ക് വലിയ ഭാരങ്ങൾ എടുത്ത് വെക്കാൻ വയ്യ. എനിക്ക് ഒരുപാട്, ഞാൻ വളരെ ഇമോഷണലാണ്, പക്ഷേ ഒരു സെൻറ്റിമെൻ്റൽ ഇഡിയറ്റ് ആവാൻ എനിക്ക് വയ്യ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി എനിക്കൊരു എക്സ്പോഷർ കിട്ടിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പല അബദ്ധങ്ങളിലും ചാടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു എഴുത്തുകാരി അവരുടെ അച്ഛനെക്കുറിച്ച് എഴുതിയിരുന്നു. അതായത് ഇന്ദിരാഗാന്ധിയെ പോലെ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ധൈര്യത്തോടെ ഇരിക്കണം പെണ്ണുങ്ങൾ എന്ന് കാണിച്ചു തന്നൊരു സാഹചര്യം. പക്ഷേ എൻ്റെയൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും എനിക്കറിയില്ല, കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കാൻ എനിക്ക് അറിയേയില്ല. കാരണം ഞാൻ കുട്ടിക്കാലത്തെ അങ്ങനെ ചെയ്യരുത് എന്ന് ശീലിച്ച് വളർന്നൊരാളാണ്. എന്ന് വെച്ചിട്ട് അച്ചടക്കം അങ്ങനെയല്ല, ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ കാലിന്മേൽ കാൽ കയറ്റി വെക്കരുത്, ധിക്കാരികളാണ് എന്ന് ശീലിച്ച ഒരാളാണ്. കണ്ണെഴുതാനും പൂ ചൂടാനുമൊക്കെ
വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ്, അതായത് വളരെ നേർരേഖയിൽ പോകണം എന്ന് കരുതുന്ന വളരെയധികം ഓർത്തഡോക്സ് ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വളർന്നത്. അപ്പോൾ അത് എൻ്റെ ഉള്ളിലെ ഞാനുമായിട്ടുള്ളൊരു ക്ലാഷ് എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് കുറേ അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ വാർത്തെടുക്കാൻ. കാരണം ഇനിയെങ്കിലും എനിക്ക് ഞാനായിട്ട് ജീവിക്കണം, തിരിച്ചറിവോടെ ജീവിക്കണം, അതുപോലെ സത്യം മാത്രം പറഞ്ഞ് ശീലിക്കണം. കാരണം ഒറ്റയ്ക്കാണ്. കള്ളം പറഞ്ഞാൽ വീണ്ടും അത് തിരുത്തി പറയുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ, കാരണം ഒരുപാട് കള്ളത്തരം പറയുന്ന ഒരാളായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു കൂട്ടുന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ എന്നുവെച്ചാൽ കൂടുതലും പഠിത്ത സംബന്ധമായിട്ട് കണക്കും ഫിസിക്സും എൻ്റെ ബാലികേറാമലയാണ്. അപ്പോൾ അവിടെ എനിക്ക് മാർക്ക് കുറയുമ്പോൾ ഒക്കെ ഞാൻ കള്ളം പറയും, മാർക്ക് കൂട്ടിപ്പറയും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മാർക്കിനെ ചുറ്റിപ്പറ്റി എനിക്കുണ്ടായിരുന്നു. മാത്സും ഫിസിക്സും എനിക്ക് ഇപ്പോഴും പേടി സ്വപ്നം. അപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ ആദ്യം ഞാൻ ഉപേക്ഷിച്ചത്, 1 കള്ളം പറയരുത്, 2 ഹൈ ഹീൽ ചെരുപ്പ്. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ഫിസിക്കലായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ മെൻ്റൽ ഹെൽത്ത് ഇത്രയധികം വാർത്തെടുത്ത് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു തൊട്ടാമാടിയിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് വന്നെങ്കിലും ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചല്ല, അത്യാവശ്യം നല്ല ഉഴപ്പിയാണ്. കാരണം ഞാൻ നല്ലതായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഒന്നുമല്ല. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറയാറില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും പറയാനുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയാൻ 2 തരത്തിൽ ഞാൻ ആളല്ല. ഒന്ന്, വ്യക്തിപരമായിട്ട് എനിക്ക് ഡയറ്റിനെ കുറിച്ചിട്ട് ഞാൻ അവെയറും അല്ല, പറയാൻ എനിക്ക് അറിയത്തുമില്ല, എൻ്റെ ഏരിയ അല്ല. എവിടെയാണത്? ഏരിയ അല്ല. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ കർമ്മമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞല്ലോ. എൻ്റെ കർമ്മത്തോടാണ് എനിക്ക് കടപ്പാടെന്ന് പറഞ്ഞു. 27 വർഷങ്ങളാവുന്നു ഞാൻ കൗൺസിലിംഗ് രംഗത്ത് വന്നിട്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയറായിട്ടുള്ള സൈക്യാട്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് തോന്നുന്നു, കൃഷ്ണൻ സാർ, സോറി ആ പേര് ഞാൻ തെറ്റിച്ചെങ്കിൽ എന്നോട് പൊറുക്കണം, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, അതായത് ഒരു കുറിപ്പ് ഞാൻ കണ്ടു. അതിനകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ യോഗ്യതയെ പറ്റിയിട്ട്. ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൗൺസിലേഴ്സ് ഉപദേശിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ, വളരെയധികം വിവരമുള്ളവരും നമ്മളോട് പറയുന്നത്. ഉപദേശമല്ല കൗൺസിലിംഗ്, നിർദ്ദേശം കൊടുക്കലാണെന്ന് എത്ര പറഞ്ഞാലും എത്രയും വിവരമുള്ളവരും നമ്മളെ അങ്ങനെ കാണത്തുള്ളൂ. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പുണ്യമായൊരു കാര്യം എന്ന് അന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും ആ ഒരു ചോയ്സ് എൻ്റെ ആയിരുന്നു, സൈക്യാട്രിസ്റ്റുകളുടെ കീഴിൽ ട്രെയിനിങ് എടുക്കുക എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൗൺസിലേഴ്സിന് എന്ത് എടുക്കരുത് എന്നൊരു സാധനമുണ്ട്. സൈക്കോട്ടിക് അതായത് ബൈപ്പോളാർ, സ്കിസോഫ്രേനിയ, ഈവൻ OCD ആയിട്ടുള്ളവരൊക്കെ തന്നെയും നമ്മളോട് വിളിച്ചിട്ട് ഒരു സെഷൻ ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് ഞാനല്ല ചെയ്യേണ്ടത് എന്ന് പറയുക മാത്രമല്ല അവരെ കൺവിൻസ് ചെയ്യിക്കുകയും വേണം. എന്തുകൊണ്ടാണ് നിങ്ങൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മെഡിസിൻ എടുക്കണമെന്ന് പറയുന്നത്, മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ, നിർത്താൻ പാടുള്ളൂ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ്ഡ് ആക്കി അവരെ അങ്ങോട്ട് തിരിച്ചു വിടണം. അല്ലാതെ നമുക്ക് എന്തും ചെയ്യാം, ഇതെല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്യാമെന്നും പറഞ്ഞെടുക്കാൻ പാടില്ല. പിന്നെ വ്യക്തിപരമായി എനിക്ക് ഇത്രയും എൻ്റെ 51 വയസ്സ് വരെയുള്ള അനുഭവങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും പ്രൊഫഷണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനോ ലിങ്ക് ചെയ്യാനോ പാടില്ല. ഇതാണ് ജോലി സംബന്ധമായിട്ട് പ്രൊഫഷണലി കൗൺസിലേഴ്സിന്
വരേണ്ട ഏറ്റവും വലിയ ഒരു ബോധവൽക്കരണം അവിടെ നിന്നാണ് കൗൺസിലേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പം പ്രൊഫഷണൽ ലൈഫ് വേറെയും പേഴ്സണൽ ലൈഫ് വേറെയുമാണ്. പലപ്പോഴും മെസ്സേജസ് വരാറുണ്ട്, ഒന്ന് പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റുമോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അത് തെറ്റാണ്. അത് ഫീസും മറ്റു കാര്യങ്ങളുടെയും മാത്രം മുൻനിർത്തി പറയുന്നതല്ല ഞാൻ. പ്രൊഫഷണലി മാത്രമേ കൗൺസിലിംഗ് എടുക്കാവൂ. അതും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള, ഇപ്പോൾ ഒരു 2-3 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. സൈക്കാട്രിക് മെഡിസിൻ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞിട്ട് കാര്യം പറയാതെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന്, അപ്പം ഇപ്പോൾ ഞാൻ ചോദിക്കും എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് വിശദമായിട്ട് അറിയും. അന്ന് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പെട്ടെന്ന് കൊണ്ടുവന്ന് വയലൻ്റ് ആയ ഒരു കേസുണ്ട്, അല്ലാതെ 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്ന ഉടനെ ഇത് നമ്മളല്ല എടുക്കേണ്ടത് എന്ന് മനസ്സിലാവണം. 1-2 സെൻറ്റൻസിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഫഷനോട് ചെയ്യുന്ന ഒരു നെറികേടുമാണ്, ഒരു ജീവനും ജീവിതവും വെച്ചുള്ള ഒരാളുടെ ജീവനും ജീവിതവും വെച്ചുള്ളൊരു അപരാധവുമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും MA MSc കഴിഞ്ഞ ഒരാളെ പിടിച്ചിട്ട് ഒരു വിദ്യാർത്ഥി മാത്രമേ അല്ലെങ്കിൽ വിദ്യാർത്ഥിനി മാത്രമേ ആകുന്നുള്ളൂ. ട്രെയിനിങ് എടുത്താൽ മാത്രമേ ഈ ഒരു വ്യത്യാസമെങ്കിലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണോ, ആ എടുക്കുന്ന ആൾക്ക് ഇൻസൈറ്റ് എത്രയുണ്ട്. ചിലർ നമ്മളോട് പറയുന്നത് ഹാലൂസിനേഷൻസ് ആയിരിക്കും, അത് മനസ്സിലാക്കാൻ പറ്റണം. ഹാലൂസിനേഷൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആ ഇൻസൈറ്റ് ഉണ്ടോ എന്ന് ചിലപ്പം ഒരു പുറമേയുള്ള കുറേ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവത്തില്ല. എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ നടത്താൻ കെൽപ്പുള്ളവരാവണം. അപ്പം ഈ ഒരു ഫീൽഡിൽ നമുക്ക് ജസ്റ്റ് ഒരു PG കഴിഞ്ഞ ഉടനെ പോസ്റ്റിംഗ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുന്നല്ലാണ്ട് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരെ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് മിക്കവാറും കോളേജസും സ്കൂൾസും ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത കോളേജിൽ ഒരു വലിയ ബിറ്റർ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെതിരെ കുട്ടികളുടെ പരാതിയിന്മേൽ ഞാൻ പരാതി കൊടുത്തു. കുട്ടികളുടെ പരാതിക്കുമേൽ. അപ്പോൾ അത് കൊടുത്തത് വേറെ ആരുടെടുത്തുമല്ല, മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ. പരാതിയായിട്ടല്ല, ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അന്വേഷിക്കും. അപ്പോൾ ഓൾറെഡി അവർ അന്വേഷിച്ച് വെച്ചിരിക്കുന്ന കാര്യമായിരുന്നു, എൻ്റെ പരാതിന്മേലല്ല. പക്ഷെ എനിക്കവിടെ അബദ്ധം പറ്റിയത്, ആ വ്യക്തിയെപ്പറ്റി കുറച്ച് അധ്യാപകർക്കും പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ പേരൊന്നും പറയല്ലേ, എന്നെ ഒന്നും ഇതിനകത്ത് പിടിച്ചിടല്ലേ. ഏറ്റവും മേളിൽ തലപ്പത്തിരിക്കുന്ന അതിനർഹതയുള്ള കുപ്പായമിട്ട വ്യക്തി പോലും പറഞ്ഞു, എന്നെ ഇതിലൊന്നും പിടിച്ചിടല്ലേ. ശരി, ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരം കൊണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ കംപ്ലൈൻ്റ് എന്നുള്ള രീതിയിൽ അങ്ങ് സൈലൻ്റായി. പിന്നെ അവിടെ നടന്നതൊരു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കാൻ പേടിയാണിപ്പോൾ. എത്രമാത്രം തീവ്രതയോട് കൂടിയാണ് എനിക്ക് നേരിട്ട അറ്റാക്ക് എന്നുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് സൈലൻ്റായി. അവരെന്നോട് തുടർന്നോളൂ, നിങ്ങളുടെ പ്രവൃത്തി തുടർന്നോളൂ. പക്ഷേ അതിനകത്ത് കിടന്ന് നമ്മൾ അനുഭവിച്ചൊരു കൗൺസിലർക്ക് പീഡനം എന്ന് പറയുന്ന ഒരു മാനസിക പീഡനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ ഞാൻ നേരിട്ടൊരിതാണ്, ഒരു കുട്ടിയെ ഒരു ദിവസം ഒരു അധ്യാപിക കൊണ്ടുവന്നു. ഇതിനെന്തോ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്നേ ഇത് ദുപ്പട്ട ഇട്ടിരിക്കുക. അപ്പം ഞാൻ മോളെ, ആ ദുപ്പട്ട ഇതിങ്ങനെ കയറ്റിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദുപ്പട്ട മാറ്റിയപ്പോൾ ഇവിടെ ഇങ്ങനെ വരയുണ്ട്. അപ്പോൾ തന്നെത്താനെ ചെയ്തിരിക്കുക. വലിയ ആഴത്തിലാണെങ്കിൽ അത് ഇരിക്കത്തില്ലല്ലോ. ഞാൻ അധ്യാപികയെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പാരൻസിനെ ഇൻഫോം ചെയ്ത് അവരതിനെ കൊണ്ടുപോയി. അപ്പം ഈ ഒരു പരാതിയൊക്കെ വന്ന് മാനേജ്മെൻറ്റിനായിട്ടുള്ള ഈ പരാതിയൊക്കെ കൊടുക്കുന്നതിന് മുമ്പുണ്ടായ സംഭവം. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കുട്ടി തിരിച്ച് കോളേജിൽ വന്നു. പിന്നെ അവരെന്നെ ആ കുട്ടിയെ കാണാൻ സമ്മതിച്ചിട്ടില്ല. എനിക്ക് കാണാൻ വേണ്ടെന്നുള്ളതല്ല അവിടെ പ്രസക്തം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാഫിനെ പുറത്താക്കിയപ്പോൾ ആ സ്റ്റാഫിൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി, സൊസൈറ്റിയിൽ ഏറ്റവും ഉന്നതന്മാരുമായിട്ട് ഏറ്റവും അധികം കണക്ഷൻ ഉള്ളൊരു അധ്യാപിക, അവർ
കൃത്യമായിട്ട് മർമ്മത്തിൽ കുത്തി മറ്റധ്യാപകരുടെ. അതായത് നമ്മൾ ടീച്ചേഴ്സിനേക്കാളും മേലെയാണോ ഈ കൗൺസിലർ? ഇവരെന്തിനാ എല്ലാവരെയും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവരുടെ പോസ്റ്റിൻ്റെ കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് നമ്മളെക്കാളും മേലെയാണോ? വിവരവും വിദ്യാഭ്യാസവും അങ്ങേയറ്റമുള്ള അധ്യാപകർ പോലും ആ ഒരു മർമ്മത്തിൽ കുത്തിയല്ലോ, ഈഗോ അതിലിളകി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കറിയാം ഡീൽ ചെയ്യാൻ. ഇത് ഈഗോയുടെ മാത്രം ക്ലാഷാണ്. പ്രത്യക്ഷത്തിലൊന്നുമില്ല, പരോക്ഷമായിട്ടാണ്. 10 വർഷങ്ങൾ ഞാൻ അവിടെ നിന്നതാണ്, 10 വർഷം. പക്ഷേ ഈ ഒരു ഒറ്റ കേസിൽ എനിക്ക് ആദ്യം ഈ എൻ്റെ കയ്യിൽ എന്നെ ഇതിലൊന്നും പിടിച്ചിരുതേ മാഡം എന്നൊക്കെ പറഞ്ഞവരുടെ പേര് ഞാൻ ഇങ്ങോട്ട് കിട്ടാൻ മതിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പലരെ രക്ഷിച്ചു. എൻ്റെ മാത്രം പരാതിയായിട്ട് മാനേജ്മെൻറ്റ് അതെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചും കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സംവിധാനത്തെക്കുറിച്ചുമൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാ സ്കൂൾസിലും കോളേജസിലും ഒക്കെ കൗൺസിലേഴ്സുണ്ട്. അവർക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവാം. കാരണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംവിധാനമല്ല കൗൺസിലിംഗ് ചെയ്യുക, അതും കുട്ടികളുടെ ഇടയ്ക്കെന്ന് പറയുന്നത്. കാരണം ചിലപ്പം ഈ ഇടയ്ക്ക് നാലാഞ്ചിറ ഒരു അച്ഛൻ കഴുത്തെടുത്ത് കൊന്നിട്ടും ഒരു പെൺകുട്ടി ഇരുന്ന് അച്ഛന് വേണ്ടി സംസാരിക്കുന്നതും അമ്മയ്ക്ക് എഗൻസ്റ്റ് സംസാരിക്കുന്നതും കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്നറിയാമോ, അത്തരം കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ അവളുടെ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോടൊന്നും ആണോ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ മാറ്റി നിർത്തി, നീ എത്രമാത്രം ആ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത്, എന്നിട്ട് നീ ഇങ്ങനെ പറയാമോ? കാരണം അതൊക്കെ ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. കുട്ടികൾ വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ പാരൻസിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല കുട്ടികൾക്ക് നീതി കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് പറയുമ്പോൾ ഇടപെടാൻ പറ്റണം, അതിനുള്ള അധികാരമുണ്ട്. ചില കേസിൽ സാക്ഷിയായിട്ട് ഞാൻ കോടതിയിൽ കയറിയിട്ടുണ്ട്. അന്ന് പോക്സോ ആക്റ്റൊക്കെ വരുന്നതിന് മുമ്പാണ്. അന്ന് പ്രതിഭാഗം വക്കീൽ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഈ കേസിൽ ഇടപെടാൻ? അന്ന് പോക്സോ ആക്ട് വരുന്നതിന് മുമ്പായതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നത് എത്രമാത്രം വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല. പോക്സോ ആക്ടിൻ്റെ മുന്നും പിന്നെ ഉള്ള കാലങ്ങളാണിത്. അപ്പോൾ ജഡ്ജ് അന്ന് പറഞ്ഞു അവർക്ക് ഇടപെടാം, നമുക്ക് ഇടപെടാം, സോഷ്യൽ ഇഷ്യൂസിൽ ഒരു കൗൺസിലർക്ക് ഇടപെടാം. പക്ഷേ പല പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാം. പക്ഷെ നമുക്ക് നടുക്ക് നിൽക്കും കുറച്ച് ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പണവും പദവിയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ, ഞാൻ ഒന്നുമായിട്ട് കണക്റ്റഡ് അല്ല. ആ ഒരു കാലം കഴിഞ്ഞു. ഞാൻ ഒരു സംവിധാനത്തിൻ്റെയും കീഴിലല്ല. ഒരു പോസ്റ്റിന് വേണ്ടി ആരെയും ഞാൻ ഒരു കാലം വരെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് കിട്ടുമോ എന്ന് ആലോചിച്ച് ഞാൻ പലതിനും ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം റെക്കമെൻഡേഷനാണ്, അല്ലാണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊന്നും ഞാനൊരു കിടിലം കൗൺസിലറാണെന്നോ പെർഫെക്റ്റ് കൗൺസിലറാണെന്നോ ഞാൻ അവകാശപ്പെടുത്തില്ല. അത് ഭയങ്കര മണ്ടത്തരമാണ് പറയുന്നത്. പക്ഷേ ഞാൻ അത്യാവശ്യം നല്ലൊരു കൗൺസിലറാണ്. പക്ഷേ സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടാനുള്ള എൻ്റെ ഒരു ധൈര്യവും എൻ്റെ ഒരു എൻ്റെ ഒരു ഊർജവും എല്ലാം നഷ്ടപ്പെട്ട ഒരു വർഷങ്ങളായിരുന്നു 2022-23 നമ്മുടെ ആർക്കെങ്കിലും വേണ്ടി നിലനിൽക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത് മൊത്തം വെട്ടിക്കളയുന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്നവർ ആകണം കൗൺസിലേഴ്സ് എന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം പുറത്തോട്ട് പറയാൻ എൻ്റെ വോയിസ് ആരും കേൾക്കാനില്ല. ആകെ സംഭവിച്ചത് എൻ്റെ അക്ഷരങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് എങ്ങനെയോ ഹാക്കായി. അത് മാത്രമാണ് ആകെ സംഭവിച്ചത്. പോട്ടെ, അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ 51 വർഷം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തൊക്കെ എന്നെ കുറേ അവഗണനയും അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തലും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഇച്ചിരി തല്ലിപ്പൊളി കൊച്ചായിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രായം ചെല്ലും തോറും എനിക്ക് രക്തത്തോട് ഭയങ്കര അഫെക്ഷനാണ്. എനിക്ക് അവരോടൊക്കെ ഭയങ്കരമായിട്ടും എനിക്ക് സ്നേഹമാണ്. ആ സ്നേഹം പിണക്കമായിരുന്നു.
എന്നോട് അവഗണിച്ചവരോടും എന്നെ അവഗണിച്ചവരോടും എന്നെ കമ്പാരിസൺ നടത്തി എന്നെ ഇടിച്ചു താഴ്ത്തിയവരോടൊക്കെ എനിക്ക് പിണക്കമുണ്ടായിരുന്നു, അസാധ്യമായ പിണക്കമുണ്ടായിരുന്നു. പക്ഷേ അവരാരും എന്നെ ചതിച്ചില്ല. ചതി എന്ന് പറയുന്നതാണ് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ ദുരന്തം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടും രണ്ടാണ്. പ്രൊഫഷണൽ ലൈഫിൽ ആരെയും വിധിക്കാതെ കേൾക്കുക. ചിലപ്പോൾ നമ്മുടെ സെയിം കഥയായിരിക്കും മറ്റൊരാളെന്ന് പറയുന്നത്, അവിടെ ആ നമ്മുടെ കഥയായിട്ട് കണക്ട് ചെയ്യരുത്. അപ്പോൾ എവിടെ നിന്നോ തുടങ്ങി എവിടേക്കോ എത്തി. ഞാൻ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ബർത്ത്ഡേയുടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ഇങ്ങനെ ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ അയച്ചു വെച്ച് വരുമ്പോൾ മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റാണ് അല്ലേ. ചിലപ്പോൾ എനിക്കതിനുള്ളൊരു സമയമില്ലാതല്ല, സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ചിലപ്പോൾ അതിനുള്ളൊരു മൂഡ് കാണത്തില്ല, അതുകൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എനിക്കറിയാം ഇന്നലെ തൊട്ടേ എനിക്ക് ബർത്ത്ഡേ വിഷസ് ഒരുപാട് കിട്ടിയേനെന്ന്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എനിക്ക് കുറേ നാൾ ജീവിക്കണം എന്നുണ്ട് ഈ ഭൂമിയിൽ. ആരോഗ്യം നശിച്ച് ജീവിക്കണം എന്നല്ല, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം.